ഒരു വൈകുന്നേരം ഹിന അവളുടെ അമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഫോണിൽ ഒരു പെൺകുട്ടിയുടെ പടം കാണിച്ച് അമ്മോട് പറഞ്ഞു, അമ്മ, ഈ പെൺകുട്ടി നല്ലതാണല്ലേ, കാണാനും ഭംഗിയുണ്ട്, പൊക്കമുണ്ട്, മോഡേണുമാണ്, എന്റെ ചേട്ടനും നന്നായിട്ട് ചേരും. അപ്പോൾ അവിടെ മൂത്ത മരുമകളായ മാൻസി അവിടെ എത്തുന്നു. വരൂ അമ്മേ, ഹീന ചേച്ചി, ആഹാരം റെഡി ആയിട്ടുണ്ട്. ആ മോളെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നിന്റെ അനിയന് വേണ്ടി ഒരു ബന്ധം നോക്കുകയാണ് ഞങ്ങള് marriage.com. ഈ കുട്ടി നല്ല സമ്പന്നമായ വീട്ടിലെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നിന്റെ വീട്ടുകാരാണെങ്കിൽ ശ്രീധനത്തിന്റെ പേരിൽ പറഞ്ഞ 1-2 സാധനങ്ങൾ തന്നിട്ട് നിന്നെ അങ്ങ് വിട്ടു ഇവിടെ. എന്തായാലും എന്റെ ഇളയ മകന് ഞാൻ നല്ല ശ്രീധനം തരുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ ഇനി നോക്കുന്നുള്ളൂ. മൂത്ത മരുമകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഇളയ മകനായ ഹിതേഷ് ഒരു മോഡേൺ കുട്ടീനെയും കൊണ്ട് വീട്ടിലോട്ട് വരുന്നു. അവരുടെ കഴുത്തിലാണെങ്കിൽ വരമാലയുണ്ടായിരുന്നു. ഹിതാഷ് മോനെ, ഈ പെൺകുട്ടി ആരാ? അമ്മ, ഇത് ജൂലിയാണ്. ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാണ്. എന്താ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചെന്നോ? എന്തായാലും ഞാൻ ഈ കല്യാണത്തിനെ മാനിക്കുന്നില്ല. അതുകൊണ്ട് എന്താ, നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരല്ലേ ജീവിക്കേണ്ടത്, നിങ്ങളല്ലല്ലോ ഞങ്ങളുടെ കൂടെ ജീവിക്കേണ്ടത്. എനിക്കുറപ്പാണ് ഈ രാക്ഷസി തന്നെയായിരിക്കും നിന്നെ ഈ കുരുക്കിക്കൊണ്ട് ചാടിച്ചത്. ഞാൻ എന്തായാലും ഈ ജീവിതത്തിൽ ഈ രാക്ഷസീനെ എന്തായാലും എന്റെ മരുമോളാക്കൂല. നിങ്ങൾ എന്നെ മരുമോളാക്കണ്ട. പക്ഷെ ലീഗലി ഞാനാണല്ലോ നിങ്ങളുടെ മരുമകൾ. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഗൃഹപ്രവേശം ചെയ്യിക്കാൻ വേണ്ടി ആരതിയൊക്കെ എടുത്തോണ്ട് വരൂ, പെട്ടെന്നാവട്ടെ. സന്തോഷമില്ലാതെ ആ മരുമകളെ വീട്ടിലോട്ട് കയറ്റുന്നു. ജൂലി ഹിതാൻഷിന്റെ കൂടെ ഹിതാൻഷിന്റെ മുറിയിലോട്ട് പോകുന്നു. എന്റെ ദൈവമേ, എന്ത് കഷ്ട! അമ്മ കണ്ടായിരുന്നോ അമ്മയുടെ പുതിയ മരുമകളുടെ ഒരു അഹങ്കാരമേ? എന്തൊരു ഭാവോ! നീ വിഷമിക്കണ്ട മോളെ, നാളെ അവളുടെ ആദ്യത്തെ ദിവസമല്ലേ ഈ വീട്ടില്. അവളുടെ അഹങ്കാരം ഞാൻ നാളെ തന്നെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹിതാഷിന്റെ അച്ഛൻ, ജൂലിയുടെ അമ്മായി അച്ഛൻ, സ്വന്തം ഭാര്യയോട് പറയുകയാ, ദേ കണ്ടില്ലേ, നേരം വെളുത്തു കഴിഞ്ഞു, എന്നിട്ടും നമ്മുടെ പുതിയ മരുമകൾ മുറിയിൽ കിടന്നുറങ്ങാണ്. ഇന്ന് അടുക്കളയിൽ അവളുടെ ആദ്യ ദിവസമല്ലേ, എന്നിട്ടിപ്പോഴും മുറിയിൽ തന്നെയാ. നിങ്ങളൊന്ന് അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ അവളെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മരുമകളെ, അതെ പുതിയ മരുമകളെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജൂലി അവിടെ വരുന്നു. എന്താണ് കാര്യം അമ്മേ? രാവിലെ തന്നെ എന്തിനാണ് ഈ വീട് ഒരു മീൻ ചന്തയാക്കുന്നത്? മരുമോളെ, ഇതെന്തൊരു സംസാര രീതിയാണ്? ഹിതാൻഷ്, ഹിതാൻഷ്, ഒന്ന് പുറത്തോട്ട് വന്നേ. എന്തുപറ്റി ജൂലിയ ഡാർലിംഗ്? നീ മര്യാദയ്ക്ക് നിന്റെ അച്ഛനോട് പറഞ്ഞോണം എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട്. അച്ഛനെന്താ ജൂലിയോട് പറഞ്ഞത്? മോനെ, ഇതിനു വേണ്ടിയാണോ നീ കല്യാണം കഴിച്ചത്? നീ നിന്റെ ഭാര്യയുടെ അടിമയാണോ? അച്ഛനല്ലേ എന്നെ പഠിപ്പിച്ചത്. ജൂലിയുടെ അമ്മായിയമ്മ കഴിക്കാനുള്ള ഒരു ലിസ്റ്റ് നേരെ ജൂലിയുടെ കയ്യിലേൽപ്പിച്ച് പറയുകയാണ്, ഇന്ന് നിന്റെ ആദ്യത്തെ ദിവസമാണ് ഈ അടുക്കളയിലും ഈ വീട്ടിലും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി നീ ഈ ആഹാരം ഉണ്ടാക്കണമെന്ന്. അത് കഴിയുമ്പോഴത്തേക്കും അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കണേ. അമ്മായിയമ്മേ, ഞാൻ എന്തായാലും ആഹാരം ഉണ്ടാക്കാൻ പോണില്ല, വൃത്തിയാക്കാനും പോകുന്നില്ല. അതെ, മരുമകൾ എന്ന് പറയുന്നതേ വീട്ടിലെ വേലക്കാരിയൊന്നുമില്ല, എല്ലാ പണികളും ചെയ്യാൻ വേണ്ടി. ശരിയാണ്, ഇന്നെന്റെ ആദ്യത്തെ ദിവസമാണ്. ഇനിയാണ് നിങ്ങളുടെ ജീവിതമൊക്കെ മാറ്റിമറിക്കാൻ പോകുന്നത് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ നാത്തൂനെ, നീ ആയിരിക്കും ഈ വീടെല്ലാം വൃത്തിയാക്കി ശരിയാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ അമ്മായിയമ്മേ, നിങ്ങളായിരിക്കും ഇവിടത്തേക്ക് ആഹാരം വെക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഇതൊന്നും ചെയ്യാൻ പോണില്ല, മനസ്സിലായോ? അനുജത്തി, നീ ഇതെന്താണ് പറയുന്നത്? ഭർത്താവിന്റെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ഈ വീട്ടിലെ മരുമക്കളല്ലേ? എന്റെ പൊന്നു ചേച്ചി, ഇതുപോലത്തെ സാധനങ്ങൾക്ക് വേണ്ടി എന്തിനാണ് വെറുതെ കടമകളൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഇവര് തന്നെ ചെയ്യട്ടെ. നിനക്ക് ഭയങ്കര നാക്കാണല്ലോ. ഞാൻ നിന്നെ ടെറസിൽ നിന്ന് താഴത്തോട്ടങ്ങ് ഇടും. പിന്നെ നീ പ്രേതമായിട്ട് ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടന്നാ മതി. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ പതുക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾക്കെതിരെ ഒരു കേസങ്ങ് എഴുതും. നിങ്ങൾ എന്നെ ശ്രീധനത്തിനു വേണ്ടി പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോ എല്ലാരും ജയിലിൽ കയറേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയണത് മര്യാദയ്ക്ക് അങ്ങ് കേട്ടാ മതി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ എല്ലാവരെ കൊണ്ട് ജൂലി നല്ല ജോലി എടുപ്പിക്കുന്നുണ്ട്. നാത്തൂനെ, ജോലിക്കൊക്കെ ഇച്ചിരി ഉഷാറ് വരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ... അയ്യോ വേണ്ട ചേട്ടത്തി, ഞാൻ തന്നെ ചെയ്തോളാം എല്ലാം. ചേട്ടത്തി അവിടെ പോയി ഇരുന്നോളൂ സോഫയില്. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. അമ്മയമ്മേ, ആഹാരം റെഡിയായോ? ഞാനെന്താ നാളെ വരെ കാത്തിരിക്കണോ കഴിക്കാൻ? മോളെ, അതിപ്പോ തന്നെ റെഡിയാവും, ഞാൻ ഇപ്പൊ തരാമേ. നാത്തൂന് അടിച്ചൊക്കെ വാരിക്കഴിയുമ്പോൾ ക്ഷീണം കാരണം തറയിലൊന്ന് കിടക്കും. ഇത് കാണുന്ന ജൂലി പറയും, നീ എന്താ വെട്ടിയിട്ട വാഴ പോലെ ഇവിടെ കിടക്കുന്നത്? ചെല്ല്, എണീക്ക്, എന്നിട്ട് എന്റെ റൂമിലുള്ള തുണികളൊക്കെ എടുത്ത് കഴുകിയിടുക അങ്ങോട്ട്. ഹിന, നീയൊന്നും ചെയ്യണ്ട അനുജത്തി, ഞാൻ കഴുകിത്തരാം എല്ലാ തുണികളും. അതിന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്ന് നിങ്ങൾക്ക് അവധിയുള്ള ദിവസമാണ്. നിങ്ങൾ അവിടെ പോയി ഇരുന്നാൽ മാത്രം മതി. അപ്പുറത്താണെങ്കിൽ അമ്മായിയമ്മ നല്ല വിയർത്ത് കുളിച്ച് ആഹാരമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി ടേബിളിൽ വെക്കും. ഇതെന്താ ആഹാരമാണോ? ഇത് കഴിക്കാൻ പറ്റിയ ആഹാരം വല്ലതാണോ? എനിക്കെന്തായാലും വേണ്ട. കൊണ്ട വെച്ചേരെ അകത്ത് തന്നെ. ഞാൻ എന്തായാലും എനിക്ക് കഴിക്കാൻ വേണ്ടി ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പോവാ.
പക്ഷെ മോളെ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ആഹാരം ഉണ്ടാക്കിയത്. 2 മണിക്കൂറായിട്ട് അടുക്കളയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനെന്ത് വേണം? അമ്മയച്ച, ഈ ആഹാരം കൊണ്ടേ ആ പട്ടിക്ക് കൊണ്ടുപോയിട്ടിട്ട് വാട്ടോ. പച്ചക്കറി വാങ്ങാൻ പറഞ്ഞിരുന്നു, അതിന്റെ കാര്യങ്ങൾ എന്തായി? ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരാം. വെരി ഗുഡ്. അപ്പൊ കേൾക്കൂ, ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 പേരും കൂടെ പോയിട്ട് വൈകുന്നേരത്തേക്കുള്ള പാർട്ടിക്കുള്ള ആഹാരം ഉണ്ടാക്കിക്കോളൂ. ഇത് കഴിഞ്ഞ് 3 പേരും കൂടെ അടുക്കളയിലോട്ട് പോകുന്നു. ഹിന കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയുകയാണ്, അമ്മ, ഈ ഇളയ ചേട്ടത്തി എന്തിനാ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മൂത്ത ചേട്ടത്തി ഒന്നും നമ്മളടുത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ചെയ്ത കർമ്മമാണ് ഇതെല്ലാം നമുക്ക് വരുന്നത് മോളെ. നമ്മൾ മൂത്ത മരുമോളുടെ അടുത്ത് കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നമുക്കും വരുന്നത്. അപ്പോഴേക്കും അവിടെ ജൂലി, ഹിത്താൻഷും മാൻസിയും കൂടെ വരുന്നു. എന്തെങ്കിലും ആവട്ടെ അമ്മായിയമ്മ, നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായല്ലോ. പിന്നെ എന്റെ കൂട്ടുകാരിയുടെ വിലയും മനസ്സിലായല്ലോ. അമ്മായിയമ്മ, മാൻസി എന്റെ കൂട്ടുകാരിയാണ്. എന്താ, ഇത് സത്യമാണോ മൂത്ത മരുമോളെ? അതെ അമ്മ, ഇതെന്റെ പണ്ടത്തെ കൂട്ടുകാരിയാണ്. ഇവള് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയിരുന്നു. വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നപ്പോൾ ഹിത്താൻഷിനെ കണ്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയത്തിലായി. ഹിത്താൻഷിനെ ഇവളെ പരിചയപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലായത് എന്റെ കൂട്ടുകാരി ജൂലിയാണെന്ന്. ക്ഷമിക്കണം അമ്മായി, ഞാൻ വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. പക്ഷെ നിങ്ങൾ എന്റെ കൂട്ടുകാരിയെ വേദനിപ്പിച്ചപ്പോൾ അതെനിക്ക് സഹിച്ചില്ല. അപ്പൊ നിങ്ങളെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. മൂത്ത മരുമോളെ, എന്നോട് ക്ഷമിക്ക്. നിന്റെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും കൂടെ മാനസിയോട് ക്ഷമ ചോദിച്ചു. മാനസിയാണെങ്കിൽ എല്ലാരോടും ക്ഷമിച്ചു. അങ്ങനെ പുതിയ മരുമകളുടെ വീട്ടിലോട്ട് കയറാനുള്ള പ്ലാൻ സക്സസുമായി. നാഗലോകത്തിലെ രാജകുമാരി ശവന്യ ഒരുപാട് ദിവസങ്ങളായി സങ്കടത്തിലാണ്. അവളുടെ മുഖത്തൊക്കെ എന്തോ കറുത്ത പുള്ളികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാഗലോകത്ത് ചേർന്ന് ഒരുപാട് രാജകുമാരന്മാർ അവളെ കല്യാണം കഴിക്കാൻ ഒട്ടും ആഗ്രഹിച്ചതേയില്ല. നാഗറാണി സുബൈല, നമ്മുടെ മകൾ ഷവർണിയുടെ കല്യാണത്തിന് വലിയ വലിയ നാഗകുമാരന്മാരെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മകളുടെ സൗന്ദര്യത്തിന് നമ്മുടെ മകളെ കണ്ട് ഏതൊരു രാജകുമാരനും വേണ്ട എന്ന് പറയാനേ പറ്റില്ല. എനിക്കെന്ത് തോന്നുന്നുവെങ്കിൽ നമ്മുടെ കുലഗുരുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ഇന്ന് തന്നെ കുലഗുരുവിനോട് പോയി സംസാരിച്ചിട്ട് വരാം. നാഗരാജാവും നാഗറാണിയും തന്റെ കുലഗുരുവിനോട് ചെന്ന് അവരുടെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞു. നാഗരാജ വേശ്വർദ്ധൻ, ഇതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നാഗകന്യ ഷവർണിയെ ഭൂമിയിൽ നടക്കുന്ന സൗന്ദര്യ മത്സരത്തിൽ നിങ്ങൾ പ്രദർശിപ്പിക്കണം. അപ്പോഴേ നാഗകന്യ ഷവർണ്യ മുഖത്തിലുള്ള പുള്ളികളുമായി മുക്തിയടയുകയുള്ളൂ. പക്ഷേ ഇത് കഷ്ടമല്ലേ ഗുരു? ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഷവർണ്യ ഭൂമിയിലേക്ക് പോയേ പറ്റൂ. അത് കഴിഞ്ഞ ശ്രവണിയുടെ അച്ഛനമ്മ അവളോട് ഇക്കാര്യം പറഞ്ഞു. ശരി പിതാവേ, നിങ്ങൾ എന്ത് പറയുന്നു അത് തന്നെ ഞാൻ കേൾക്കാം. ഞാനിപ്പോ ഭൂലോകത്തേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഭൂലോകത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകും. നിങ്ങൾ എന്റെ ഒപ്പം ആരെയും അയക്കരുത്. എന്തെന്നാൽ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നേ. അതുകൊണ്ടാ ആരും എന്റെ ഒപ്പം വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. പക്ഷേ നീ ഒറ്റയ്ക്ക് ഭൂലോകത്ത് ചെന്ന് എങ്ങനെയാ മോളെ ജീവിക്കുക? ഒരു പക്ഷെ നിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? നിങ്ങൾ വിഷമിക്കണ്ടമ്മേ, ഞാനിത് നോക്കിക്കോളാം. അച്ഛനമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശ്രവണ്യ അവിടെ നിന്ന് ഭൂലോകത്തേക്ക് ചെന്നു. അവളൊരു പെൺകുട്ടിയുടെ രൂപത്തിലേക്ക് മാറി. പക്ഷെ അവളുടെ മുഖത്തുണ്ടായിരുന്ന പാടുകൾ മാത്രം മാറിയേയില്ല. ഈ രൂപം എനിക്ക് എന്തായാലും പറ്റും. ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അയ്യോ ദൈവമേ, എന്തോട്ടോക്കാരനോ എന്തോ എന്നെങ്ങനെ ഇടിച്ചിട്ടിട്ട് പോയല്ലോ. എന്റെ ചെരുപ്പം ഇപ്പൊ മുറിഞ്ഞു പോയി. പാവം, ഇവർ എത്ര കഷ്ടപ്പെടുന്നു. അവരെ ഞാൻ സഹായിക്കണം. അമ്മേ, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. നീ വളരെ നന്നായിരിക്കണം മോളെ. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വിഷമിക്കണ്ടമ്മേ, ഞാൻ എന്റെ ചെരുപ്പ് നിങ്ങൾക്ക് തരാം. പക്ഷെ സത്യം പറഞ്ഞ ശ്രവണ്യ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ അവളുടെ ശക്തി കൊണ്ട് ചെരുപ്പ് വരുത്തിച്ച് അതാ മുത്തശ്ശിക്ക് അവൾ കൊടുത്തു. എന്റെ വീട് ഇവിടെ അടുത്താണ് മോളെ. ഒരു തവണ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പോന്നി. ആ പിന്നെ നിന്റെ പേരെന്താണ്? എന്റെ പേര് ശ്രവണ്യ. ആഹാ, നിന്റെ പേര് നന്നായിട്ടുണ്ട്. ഇതുപോലെ ശ്രവണ്യ വയസ്സായ മുത്തശ്ശിയോട് സംസാരിച്ച് അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് ചെന്നു. നീ ഒരു പണിക്കും പോകുന്നില്ലേ? നിനക്ക് വാടകയ്ക്ക് വീട് കിട്ടുന്നത് വരെ ഒന്നും നോക്കാതെ ഇവിടെ തന്നെ താമസിച്ചൂടെ? ഈ വീട് എന്തായാലും വലുതാണ്. ഈ വീട്ടിൽ ഞാനും എന്റെ മകൻ സുധീർ മാത്രമുള്ളൂ.
സുധീർ രാവിലെ ജോലിക്ക് പോയ വൈകുന്നേരം തിരിച്ചെത്തൂ. നീ ദാ ആ മുറി എടുത്തോ, അവിടെ നിന്റെ എല്ലാ സാധനവും വെച്ചോ. നിങ്ങൾക്ക് വളരെ നന്ദി അമ്മേ. നിങ്ങൾ ചെയ്ത സഹായം ഞാൻ മറക്കില്ല. പക്ഷെ എന്റെ കയ്യിൽ ഒരു സാധനവുമില്ല. ഞാനിങ്ങനെയാ വന്നത്. അത് സാരമില്ല, അതിനെന്താ? ഇവിടെ എന്താ സാധനത്തിന് കുറവൊന്നുമില്ല. ഒരുപാട് സാധനമുണ്ട്. നിന്റെ മുറിയിൽ നിനക്കാവശ്യമായ എല്ലാം ഉണ്ടാകും. ഒരു കുഴപ്പമില്ലാതെ നിനക്കിവിടെ ജീവിക്കാം. അങ്ങനെ ശ്രവണ്യ അമ്മയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അയ്യോ, അമ്മയച്ചനോട് സംസാരിച്ച ദിവസങ്ങളായി. മാന്ത്രിക കണ്ണാടിയിലൂടെ അവരോട് സംസാരിക്കാം. ശ്രവണ്യ മാന്ത്രിക കണ്ണാടിയിലൂടെ അവളുടെ അച്ഛനമ്മയെ നോക്കി. ശ്രവണ്യ, നീ എന്താ ചെയ്യുന്നത്? നിനക്ക് സുഖമല്ലേ മോളെ? നോക്കൂ മകളെ, കുറച്ചു ക്ഷമിക്കൂ. നീ നിന്റെ സ്വയരൂപത്തിലല്ലല്ലോ ഇപ്പോൾ. അച്ഛാ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാനൊരു സാധാരണ പെൺകുട്ടിയുടെ രൂപത്തിലാ ഇവിടെയുള്ളത്. ഇവിടെ ഒരു വയസ്സായ അമ്മയുടെ കൂടിയാ താമസിക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ രണ്ടുപേരും ഭദ്രമായിരിക്കൂ. ഞാൻ വളരെ വേഗം വരാം. ശ്രവണ്യ അവളുടെ അച്ഛനമ്മയോട് സംസാരിച്ച് പാചകം ചെയ്യാനായി അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഇന്ന് പാചകം ഞാൻ ചെയ്തോട്ടെ? സാരമില്ല മോളെ. നിനക്ക് എന്താണോ പാചകം ചെയ്യാറിയാ അത് തന്നെ ചെയ്യേ. ശ്രവണ്യ അവളുടെ മാന്ത്രിക ശക്തി കൊണ്ട് എല്ലാ പാചകവും ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടേക്ക് സുധീർ വന്നു. നീ ആരാണ്? എന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? സുധീർ, ആ പെൺകുട്ടിയുടെ പേര് ശ്രവണ്യ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ. അങ്ങനെ അവർ സംഭവിച്ചതെല്ലാം പറഞ്ഞു. അമ്മേ, ഇങ്ങനെയൊന്നും ആരെയും വിളിച്ചോണ്ട് വരരുത്. ഇത് ആരാണാവോ ആവോ. ഈ വീട്ടിലങ്ങ് സ്വാതന്ത്ര്യം കൊടുത്തോ? ഇതൊക്കെ എന്താ അമ്മേ? സുധീർ, ആ പെൺകുട്ടി അങ്ങനെയൊന്നും അല്ല മോനെ. അവൾ വളരെ നല്ല കുട്ടിയാ. സുധീർ അങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രവണ്യ ഉടനെ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. അമ്മേ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇനി ഞാനിവിടെ താമസിക്കുന്നത് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. എന്തെന്നാ നിങ്ങളുടെ മകൻ സുധീറിന് ഞാൻ ഇവിടെയുള്ളത് ഇഷ്ടമല്ല. നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ താമസിക്കാൻ വേറെ സ്ഥലം നോക്കിക്കോളാം അമ്മേ. അയ്യോ ഇല്ല മോളെ, അങ്ങനെ ഒന്നുമില്ല. സുധീർ, നീ നിന്റെ മുറിയിൽ ചെല്ല്. ഞാൻ വേഗം നിനക്ക് ഭക്ഷണം കൊണ്ടുവരാം. ശ്രവണ്യ വന്നതിന് ശേഷം ആ വയസ്സായ അമ്മയ്ക്ക് കുറച്ച് വിശ്രമം കിട്ടി. ഒരു ദിവസം ശ്രവണ്യ മാർക്കറ്റിൽ ചെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ 2 ആണുങ്ങൾ അവളുടെ പുറകെ വന്നുകൊണ്ടിരുന്നു. എടാ, ഇത് ആ പെൺകുട്ടിയല്ലേ കഴിഞ്ഞ ദിവസം സുമൻ ആന്റിയുടെ വീട്ടിൽ കണ്ടത്? അത് തന്നെ. സുബീർ ചേട്ടന്റെ ഒരു ഭാഗ്യം. തന്നെ ഒരു പെൺകൊച്ച് അയാളുടെ വീട്ടിലുണ്ടല്ലോ. അതുമല്ലാതെ അവരുടെ ബന്ധക്കാർ പോലുമല്ല ഇത്. എന്നാൽ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. മുഖത്തിൽ നോക്ക്, പുള്ളിയായിട്ട്. ഇവൾ എങ്ങനെ ഈ വീട്ടിൽ വന്നു? ഇപ്പൊ തന്നെ അവർ രണ്ടുപേരെയും കൊത്തി കൊല്ലാൻ തോന്നുന്നു എനിക്ക്. പക്ഷെ അങ്ങനെ ചെയ്താ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പ സുധീറും അതിലൂടെ നടന്നു വന്നു. നിങ്ങൾക്ക് എന്ത് ധൈര്യമാ? ഷവർണിയെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളെ ഞാൻ അവളെപ്പറ്റി പറഞ്ഞാൽ നിനക്കെന്താ? അവൾ എന്റെ ഭാവി ഭാര്യയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമാ, മനസ്സിലായോ? വീട്ടിലേക്ക് വന്ന എല്ലാം അവന്റെ അമ്മയോട് പറഞ്ഞു. ഇപ്പൊ ഞാൻ കല്യാണത്തിന് വേണ്ടെന്ന് പറഞ്ഞ അവർക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കണം. എനിക്കിപ്പോ വേറെ വഴിയില്ല. ഞാൻ എന്തായാലും അലങ്കാരം ചെയ്തല്ലേ പറ്റൂ. അപ്പോഴല്ലേ എന്റെ മുഖത്തുള്ള ഈ പാടുകളൊക്കെ പോകുകയുള്ളൂ. അപ്പൊ എനിക്ക് നാഗലോകത്തേക്ക് തിരിച്ചു പോകാം. ശ്രവണ്യ അവളുടെ കല്യാണത്തിനായി സമ്മതിച്ചു. അവളുടെ അച്ഛനമ്മയോടും ഈ കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞു. കല്യാണ ദിവസം ശ്രവണ്യ അവളുടെ അമ്മായിമ്മയോടൊപ്പം ബ്യൂട്ടി പാർലറിൽ ചെന്നു. എന്റെ മരുമകളെ നിങ്ങൾ എങ്ങനെ അലങ്കാരം ചെയ്യണമെങ്കിൽ എല്ലാരും ഇവളെ തന്നെ നോക്കണം. നിങ്ങൾ വിഷമിക്കണ്ട, അവരുടെ മുഖത്തുള്ള പാടുകൾ പോകുന്ന പോലെ ചെയ്യാം. ശ്രവണ്യെ ബ്യൂട്ടി പാർലറിൽ വളരെ ഭംഗിയായി റെഡിയാക്കി. ശ്രവണ്യെ ഇപ്പൊ കാണാൻ ഒരു ദേവതയെ പോലെയായിരുന്നു. അപ്പൊ ബ്യൂട്ടി പാർലർ പെൺകുട്ടിയുടെ കണ്ണ് അവിടെയുണ്ടായിരുന്ന കണ്ണാടിയിൽ പോയി. നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരിയാണെന്ന്. നിങ്ങളുടെ മുഖത്തിലെ പാടുകൾ ഞാൻ മേക്കപ്പ് ഇട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രവണ്യ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കി. അയ്യോ, ഈ പെൺകുട്ടി ഒരു നാഗിനിയാണെന്ന് തോന്നുന്നു. അവിടെ നോക്കൂ, കണ്ണാടിയിൽ ഒരു നാഗമാ കാണുന്നേ. ഓടോടൂ, ഇവിടുന്ന് എല്ലാവരും ഓടൂ. ഇല്ലില്ല, നിക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ചെയ്യില്ല. ഞാൻ പറയുന്ന കേക്കൂ. അമ്മേ, ഒരു നാഗം എന്റെ മരുമകളാകാൻ കഴിയില്ല. നീ ഞങ്ങളെ കൊത്തും. ഇല്ലമ്മേ, ഞാൻ എന്താ പറയുന്നെന്ന് ആദ്യം നിങ്ങൾ കേൾക്കൂ. അപ്പ സുധീറും അവിടേക്ക് വന്നു. അപ്പ ശ്രവണ്യ എല്ലാവരോടും സത്യം പറഞ്ഞ് കരയാനും തുടങ്ങി. അപ്പ നാഗരാജാവും നാഗരാണി കുലഗുരുവോടൊപ്പം അവിടേക്ക് വന്നു. പുത്രി ഷവർണിയ ആരെയും കബളിപ്പിച്ചിട്ടില്ല. സത്യമാണ് പറയുന്നത്.
ഞാനാണ് ഷവർണിയെ ഭൂമിയിലേക്ക് അയച്ചത്. അമ്മേ, അച്ഛ, എനിക്ക് സുധീറിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ അമ്മ എന്നെ നന്നായി നോക്കുന്നുണ്ട്. സുധീർ എന്റെ സ്വഭാവം കണ്ട സ്നേഹിച്ചത്, എന്റെ രൂപം കണ്ടിട്ടല്ല പ്രേമിച്ചത്. അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരാളെ വിശ്വസിക്കുമോ? അവരെന്നെ വിശ്വസിച്ചു. എനിക്ക് അവരോട് ഒരുപാട് ബഹുമാനമുണ്ട്. ഇവിടെ നോക്കുമോളെ, കരുണയുള്ള ഈ വാക്കുകൾ കേട്ട് എന്റെ മനസ്സും തകർന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എന്റെ ശക്തി കൊണ്ട് ഇന്നു മുതൽ നീ ഒരു സാധാരണ മനുഷ്യനായി ഇവിടെ ജീവിക്കും. ഇപ്പോൾ നീ നാഗിനിയല്ല. കുലഗുരു പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. ശ്രവണ്യയുടെ മുഖത്തുനിന്ന് ആ പാടുകളെല്ലാം മാറി. സുധീറിന് ശ്രവണ്യയ്ക്ക് കല്യാണവും നടന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ശ്രവണ്യ തന്റെ ഭർത്താവിനോടൊപ്പം ഒരു സാധാരണ മനുഷ്യയായി സന്തോഷമായി ജീവിച്ചു. Thanks for watching.